ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു ഉള്ളി ചമ്മന്തിയാണ്. ചമ്മന്തി എന്ന് പറയുമ്പം എല്ലാവിധ ചമ്മന്തികളും നമുക്കിഷ്ടമാണ്. ചോറിൻ്റെ കൂടെ അല്ല ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ തൊട്ട് കഴിക്കുന്നതായിട്ടാണ് ചമ്മന്തി എന്ന് പറയുന്നത്. നമ്മുടെ ഈ ചമ്മന്തി ഒരു വെറൈറ്റി ചമ്മന്തിയാണ്. അതായത് കുറച്ച് ദിവസത്തോളം നമുക്കത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ആ രീതിയിലുള്ള ഒരു ഉള്ളിച്ചമ്മന്തിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ സമയം കളയാതെ എങ്ങനെ ആ ഉള്ളിച്ചമ്മന്തി ചെയ്യുന്നത് നോക്കാം. ചെറിയ തീ മതി. ഇതേപോലെ പാൻ അങ്ങോട്ട് വെക്കുക. ഈ പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടാകട്ടെ. നമുക്ക് ഒരു 15 വറ്റൽമുളക്, അതായത് ഇത് എരിവില്ലാത്ത മുളകാണ്, ഒരു 5-6 എരിവുള്ള മുളക്, ഈ 2 മുളകും കൂടെ എണ്ണ ചൂടായതിന് ശേഷം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ മുളക് നമുക്കൊന്ന് വാർത്തെടുക്കണം. ഈ ചമ്മന്തി ഉണ്ടല്ലോ ഒരു 1.5 ചമ്മന്തി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റായി ചമ്മന്തി. പൊതിച്ചോറിൻ്റെ ഒക്കെ കൂടെയും പിന്നെ വേറെ ഉണ്ട്, യാത്ര പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ആണെങ്കിലും ഈ ചമ്മന്തി ഉപകാരപ്പെടും. കാര്യം കുറച്ച് ദിവസത്തേക്ക് ഇരിക്കുകയും ചെയ്യും. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ മുട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചെറിയ വെളുത്തുള്ളി ഒരു 10-12 ഉണ്ട്. വലുതാണെങ്കിൽ 3 എടുത്താൽ മതി, മുറിച്ചൊന്നിട്ടാൽ മതി വലുതാണെങ്കിൽ. ആ വെളുത്തുള്ളി കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി അതുകൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മുടെ വെളുത്തുള്ളിയും മുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതങ്ങ് നിർത്താം. നമുക്ക് ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഈ മുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് മിക്സിക്കകത്ത് ഒന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ. ഇതേപോലെ ചെറിയ ജാറിൻ്റെ അകത്തോട്ട് ഇത് തണുത്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചുകൊണ്ട് വരട്ടെ. നമ്മുടെ മുളകും വെളുത്തുള്ളിയും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് വെളിരിക്കട്ടെ. നമ്മൾ അടുപ്പ് ഒന്നുകൂടെ കത്തിച്ചതിന് ശേഷം ഇതേ പാൻ്റെ അകത്തോട്ട് തന്നെ ഒരു 100 ഗ്രാം അളവിൽ ചെറിയ ഉള്ളി 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് ആ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഉള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് ചുമപ്പിച്ചെടുക്കും. ഇത് മിക്ക വീടുകളിലൊക്കെ ചെയ്യുന്ന ഒരു ചമ്മന്തി തന്നെ കേട്ടോ. ഇതിൻ്റെ അത്ഭുതമായിട്ടൊന്നും ആരും കരുതല്ലേ. ഇതിൻ്റെ പുതിയ സബ്സ്ക്രൈബർമാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് കാണിക്കുന്നത് കേട്ടോ. അറിയാൻ പറ്റാത്ത കുട്ടികളൊക്കെ കാണുമല്ലോ. അപ്പോൾ ഈ ഉള്ളി നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ചുമപ്പിച്ചെടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കേണ്ടതാണെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളമയം ഒന്നും കാണല്ലേ. അപ്പോൾ ആ വെള്ളമയമൊക്കെ മാറണം. അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ചെറുതായിട്ട് ചുമപ്പിച്ചെടുക്കുന്നത്. ഉള്ളി ഇങ്ങനെ ചുമന്ന് വരുമ്പോഴത്തേക്ക് തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ ചതച്ച് ആ ഇഞ്ചി കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടതിന് ശേഷം ഇഞ്ചി ചതച്ചിടുകയാണ് ഏറ്റവും നല്ലത്. ഇതേപോലെ ചതച്ചിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഇഞ്ചിയും ഉള്ളിയും കൂടെ ഒരുമിച്ച് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വാളംപുളിയാണ്. ഇത് വെള്ളത്തിൻ്റെ അകത്ത് ഒന്നും ഏൽപ്പിക്കാതെ ഇതേപോലെ പിച്ചി കീറി അങ്ങോട്ട് ഇടുക. കാര്യം വെള്ളം തൊടുകയേ ചെയ്യരുത്. കാര്യം അഴുക്കായിരിക്കാനായിട്ടാണ്. വെള്ളം തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്കായിപ്പോവും. അതുകൊണ്ട് വെള്ളം ചേർക്കാതെ നമുക്ക് ആവശ്യത്തിന് ഉള്ള പുളി അങ്ങോട്ട് ഇതേപോലെ പിച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആ പുളിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിനകത്ത് ഉപ്പ് ചേർക്കണം. ഇത് നമുക്ക് ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മുളകിൽ ഉപ്പ് ഇട്ടിട്ടില്ല, അപ്പോൾ അതുകൂടെ കൂട്ടി വേണം നമുക്ക് ഉപ്പ് പൊടി ചേർക്കാനായിട്ട്. ഇനി ഇതിനൊരു ശർക്കര മധുരം വേണം. ആ രീതിയിൽ ഒരല്പം ശർക്കരയും കൂടി ചേർക്കുകയാണ്. ഒരുപാട് വേണ്ട, നമ്മുടെ ആവശ്യത്തിന്. ഇതിപ്പോൾ 1 ടീസ്പൂൺ അളവിലേ കാണത്തുള്ളൂ. ആ ശർക്കരയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ആ ശർക്കര ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി നമുക്ക് ഈ അടുപ്പ് അങ്ങ് നിർത്താം. അടുപ്പ് നിർത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ വറുത്ത മുളക് അതുകൂടെ അങ്ങോട്ട് ഇട്ടു. ഇനി ഇതൊന്ന് കൂട്ടി നല്ലപോലെ ഒന്ന് ഇളക്കി ആ പുളിയൊക്കെ ഇതിൻ്റെ അകത്ത് കിടന്നു നിന്നും നല്ലപോലെ ഒന്ന് ഉടയട്ടെ. ഇനി നമുക്കൊരല്പം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കും. അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ഇതേപോലെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇതൊന്ന് തണുക്കട്ടെ, നല്ല ചൂടല്ല ഇപ്പം. ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ഒന്നി കൈ കൊണ്ടൊന്ന് ഞെരടിയെടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ ചെവിട് കൊണ്ട് ഇങ്ങനെ നാമക്കി ഇതേപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക. ഇനി ഇത് നമുക്ക് സ്പൂണും കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട്, അപ്പോൾ ഈ ചമ്മന്തിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉപ്പ്, എരിവ്, പുളിയെ, മധുരം എല്ലാം ഉണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇതൊരു പഴയ രീതിയിലുള്ള ഒരു ചമ്മന്തി തന്നെയാണ്. കുറച്ച് ദിവസം അഴുക്കാകാതെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഇത് റെഡിയാക്കി വെച്ചിട്ട് ടിന്നിൻ്റെ അകത്ത് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ദോശയ്ക്കോ ഇഡലിക്കോ അതുപോലെ ചോറിൻ്റെയൊക്കെ കൂടെ ആണേലും അടിപൊളി ഒരു ചമ്മന്തി ഇത്. 2 ദോശ ഇച്ചിരി ചമ്മന്തി, നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി, തേങ്ങാ ചമ്മന്തി എല്ലാം കൂടി ഇട്ട് നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഇതേപോലെ കണ്ട് ഇച്ചിരി മുളക് ചമ്മന്തി ആ ദോശക്കകത്തോട്ട് ചുരുട്ടി ഒരു 1.5 ചമ്മന്തി കേട്ടോ. ഇതേപോലെ അങ്ങോട്ട് കഴിക്കണം. പൊളിച്ചടിക്ക് അടിപൊളി ചമ്മന്തി കേട്ടോ. പല രീതിയിലുള്ള ചമ്മന്തിയും നമ്മളൊക്കെ വീടുകളിൽ സാധാരണമായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ്. തേങ്ങ അരച്ചും അല്ലാതെ ഒക്കെ ചമ്മന്തി ഉണ്ടാക്കും അല്ലേ. പക്ഷെ വല്ലപ്പോഴും എങ്കിലും ഇതേ രീതിയിലുള്ള ചമ്മന്തി അത് ചെയ്ത് നോക്കി. ഒരു പക്ഷേ ചോറിനൊക്കെ ആണേലും ഉണ്ടല്ലോ, അങ്ങോട്ട് ചമ്മന്തി അങ്ങോട്ട് ഇട്ടിട്ട് ഈ ചമ്മന്തി അങ്ങോട്ട് ഇട്ടിട്ട് നേരടി ഒന്ന് കഴിച്ചു നോക്കി. വേറെ ഒരു കറി ആവശ്യപ്പെടത്തില്ല നിങ്ങൾ. അത്ര ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിക്ക്. തീർച്ചയായിട്ടും ഇതേ രീതിയിലൊരു ചമ്മന്തി ഉണ്ടാക്കുക. പിന്നെ വേറെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഇത് അഴുക്കാകത്തില്ല പെട്ടെന്നൊന്നും. കാര്യം വെള്ളമയം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കേടാകത്തില്ല. ഇതേപോലത്തെ ചമ്മന്തി ഒരു ദിവസമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ ആ ബെൽ ബട്ടണും കൂടെ മറക്കാവുന്ന നമുക്ക്. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.